എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണു അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ലായിരിക്കും. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് എടുത്ത തീരുമാനം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ പോർഷനൊന്നൊക്കെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ പകുതി തൊട്ടാണ് എടുത്ത് തുടങ്ങിയത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പെട്ടെന്നൊന്ന് കുഴലപ്പം ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ എല്ലാം അങ്ങനെ പെട്ടെന്ന് ഉള്ളതാണെന്നേ. അതാണ് എല്ലാത്തിനും പെട്ടെന്നൊന്ന് വന്നു പോയത് കേട്ടോ. അപ്പോൾ ഇതാ മാവൊക്കെ പ്രിപ്പയർ ചെയ്തു. ഞാൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാവേ. പത്തിരിയിലേക്ക് വേണ്ട ഫൈൻ പൗഡർ ആട്ടോ വേണ്ടത്. അപ്പോൾ പൊടി എടുത്ത് വയ്ക്കുക. ഇനി തിളപ്പിക്കാനുള്ള വെള്ളത്തിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ ഇവ അരച്ചത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെള്ളം തിളപ്പിക്കുന്ന പാത്രം അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണം. നമ്മുടെ പൊടി കൂടി ഇട്ട് ഇളക്കാൻ പാകത്തിനുള്ള വലിപ്പത്തിലുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. വെള്ളം വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി കുറച്ചായിട്ട് ഇട്ട് ഇളക്കി ഏകദേശം നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് ഇളക്കി യോജിപ്പിച്ച് ഒരു കട്ടയായിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പാകമില്ലേ, ആ പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ എല്ലാ തവണയും പൊടിയിലേക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ എടുത്ത് ഒഴിക്കുകയാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ പൊടി അതിലേക്ക് ഇട്ട് ഇളക്കി പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന ആ പാകമായപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കും കൂട്ട് അങ്ങനെ അങ്ങ് കുഴച്ചെടുത്തു. അതാണ് അങ്ങനെ ചെയ്യുവാട്ടെ ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടാനുള്ള ഇത്. കുഴയ്ക്കുമ്പോൾ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇട്ട് കുഴയ്ക്കണം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അങ്ങനെ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടാണ് അല്ലേ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കല്ലില്ലേ, ചപ്പാത്തിക്കല്ലിൽ വെച്ച് കുറച്ച് നമ്മൾ തയ്യാറാക്കി ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്ത് പരത്തിയെടുക്കുക. നമ്മുടെ ചപ്പാത്തിക്കല്ലിൽ അല്പം എണ്ണ തടവിയാൽ അതിൽ ഒട്ടിപ്പിടിക്കാണ്ട് വരും കേട്ടോ. അപ്പം ഞാൻ ആദ്യം എണ്ണ തടവി എന്നിട്ട് ഞാനിങ്ങനെ ചപ്പാത്തിക്കല്ലിൽ പരത്തിയെടുത്തു. പിന്നെ ഒരു ഗ്ലാസ്, നമുക്ക് നല്ല ഷേപ്പൊക്കെ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വട്ടത്തിലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്ത് അതിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരൽ വെച്ചൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴലപ്പം പെർഫെക്റ്റായിട്ട് വരും. ഞാൻ ചെറിയ ബോളായിട്ട് എടുത്താണ് പരത്തിയെടുത്തത്. ഇച്ചിരി വലുതായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഗ്ലാസ്സിന് 2-3 കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ളത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ചെയ്ത ഒരു രീതി അതാട്ടോ. അത് ഓൾറെഡി വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി ഞാൻ ചെയ്യുന്ന അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് ജസ്റ്റ് റോൾ ഒന്നും ചെയ്യാണ്ട് കൈ കൊണ്ട് മാത്രം പരത്തിയെടുക്കണേ. കുറച്ച് ബാറ്റർ എടുക്കുക, അതൊന്ന് ചപ്പാത്തി കല്ലിൽ വെച്ച് കൈക്ക് തന്നെ പരത്തിയെടുത്തു. ഇതുകൊണ്ടോ കൈക്ക് തന്നെ പരത്തിയെടുത്തേക്കണേ കേട്ടോ. ഇത് യാതൊരു കുഴപ്പമില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഇത് ഈ തവണ എനിക്ക് ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാട്ടോ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അല്പം ഒട്ടിപ്പിടിക്കണ ഒരു രീതിയും അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നു കേട്ടോ. ഈ പ്രാവശ്യം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പരത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ പരത്തി വെച്ചതൊക്കെ ഇതാ ഇട്ട് കൊടുത്തു. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. എന്നാലാണ് അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ പതിയെ ഒന്ന് ആ എണ്ണയുടെ നല്ലൊരു ഇങ്ങനെ പൊട്ടിത്തെറിക്കണമെന്ന് മാറിയില്ലേ, അന്നേരം പതിയെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുവാണേ. ഫ്ലെയിമൊന്നും കുറയ്ക്കണ്ട, അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ കിടക്കണം. ഇതിൻ്റെ കളർ ഏകദേശം ഒരു ബ്രൗൺ കളറായി തന്നെ കേട്ടോ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാണ്ടോ നമ്മുടെ ഈ ഒരു പാകത്തിന് എടുക്കണം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ പാകമാവുള്ളൂ കേട്ടോ. ഇനി അടുത്തത് എണ്ണയൊക്കെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നിൽക്കണം. അത് കഴിഞ്ഞാണ് അടുത്ത ഇട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പം നമ്മുടെ കുഴലപ്പം ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് കാണിക്കാനൊന്നും കാണില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കാണിച്ചു തരാം. ഒത്തിരി ഓയിലൊന്നുമില്ല. ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഈ ഒരു രീതിയിലാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനി വേണമെങ്കിൽ മധുരത്തിനായിട്ട് പഞ്ചസാര ലായനിയിൽ ഇടാം കേട്ടോ. പക്ഷെ ഞാൻ ഇടണില്ല, ഇങ്ങനെ തന്നെ കഴിക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടം. എങ്ങനെയുണ്ട് പൊന്നോ കുഴലപ്പം? ഇഷ്ടപ്പെട്ടോ?
അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുതണം അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഫീഡ്ബാക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻസിലിടണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.